ലൈവ് ന്യൂസ്, നിങ്ങളോടൊപ്പം, നിങ്ങൾക്ക് വേണ്ടി. പുലിനെ നേരിട്ട് കണ്ടിട്ട് ഞങ്ങൾ എന്താ പറയുക, ഒന്നും ചെയ്യാൻ നിർവാഹമില്ലാണ്ട് പുലി തിന്നാണേ തിന്നട്ടെ എന്ന് വിചാരിച്ച് പുലിയുടെ അടുത്ത് പുലിയുടെ കണ്ണിലേക്ക് ടോർച്ചടിച്ച് നിന്നിട്ടാണ്. അപ്പോൾ ഒരു തീക്കട്ട കണ്ണ് ഞാൻ കണ്ടു. ഇപ്പോൾ പ്രത്യേകിച്ച് പുലിയാന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. ഇന്നിപ്പോൾ അതേ ഒരു പശുക്കുട്ടീനെ പിടിച്ചു, നാളെ ഞങ്ങളുടെ കുഞ്ഞുമക്കളെ പിടിക്കില്ല എന്ന് എന്തുറപ്പ്? 1000 ദൈവങ്ങളെ വിളിച്ചിട്ടാണ് ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ മക്കളെ പോകുമ്പോൾ ഇരിക്കുക. അത്രയും വിഷമം, പേടിയുണ്ട് എനിക്ക്. എൻ്റെ പശുക്കുട്ടീനാണ് ഇപ്പോൾ പുലി പിടിച്ചത്. അപ്പോൾ ഫോറസ്റ്റ് അധികൃതരെ പറഞ്ഞു ഇത് പ്രായമായിട്ടുള്ള പുലിയാണ്. പിന്നെ ഞങ്ങൾ ജോലിക്ക് പോയപ്പോൾ പുലീനെ കണ്ടിരുന്നു. പുലീനെ കണ്ട് പേടിച്ച് ഞങ്ങളെല്ലാവരും കൂടി. ഇനി നിങ്ങളാണ് റിപ്പോർട്ടർ. ഞാൻ ടാപ്പി ഇന്ന് ജോലിക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് 3:30 മണിക്ക് എഴുന്നേറ്റപ്പോൾ ഇവിടെ കാട്ടിലൊരു സൗണ്ട് കേട്ടു. ആനയാന്ന് വിചാരിച്ച് ടോർച്ചടിച്ച് നോക്കിയതാണ്. അപ്പോൾ പശുക്കളുടെ സൗണ്ട് കേട്ടു. പശുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു തീക്കട്ട കണ്ണ് ഞാൻ കണ്ടു. ഇപ്പോൾ പ്രത്യേകിച്ച് പുലിയാന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. നേരം വെളുത്തപ്പോഴാണ് ഇങ്ങനെ പശുക്കുട്ടീനെ ഇവിടെ കൊന്നിട്ടിരിക്കുന്നത് ഞാൻ കാണുന്നത്. ആനകളാന്ന് വിചാരിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പേടിയായിരുന്നു. എന്നാലും ടോർച്ചടിച്ച് നോക്കിയതാണ് ആനയാണെന്ന്. ഈ വഴിക്കൊക്കെ ആനയാണ് പോണത്. ആനകളും ആനക്കൂട്ടങ്ങളും ഒക്കെ പോണ വഴിയാണിത്. ഞങ്ങൾക്കും കുട്ടികളുണ്ട്. കുട്ടികളൊക്കെ വൈകുന്നേരം നേരത്തെ പുറത്തിറങ്ങാനും അവരൊക്കെ കളിക്കുന്നതാണ്. ഇപ്പോൾ ഈ അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുട്ടികളൊക്കെ പുറത്തേക്ക് ഇറക്കാനായിട്ട് ഭയങ്കര പേടിയായിക്കൊണ്ടിരിക്കുകയാണ്. ആനകളും പുലികളും ഒക്കെ ഉള്ള കാരണം ഭയങ്കര പേടിച്ചിട്ടാണ് ഇവിടെ ജീവിക്കണത് ആൾക്കാർ. ഒരുപാട് ജനങ്ങൾ തിങ്ങി പാർത്തിരുന്ന ഒരു പ്രദേശമാണ് ഞങ്ങളുടെ ഈ ഏരിയ. കുഞ്ഞുമക്കളും വലിയവരും കുട്ടികളും വൃദ്ധരായവരും വയോജനങ്ങളും എല്ലാവരും ഒരുപാട് ജനങ്ങൾ ഇപ്പോൾ ഇവിടെ സത്യം പറഞ്ഞ ഒരു വന്യജീവി സങ്കേതമായിട്ട് മാറിക്കൊണ്ടിരിക്കുക. ഭീകരജീവികളുടെ കളിയാട്ടം അവിടെ. കാട്ടാനകൾ, ഇതുപോലെ തന്നെ പുലി, കാട്ടുപോത്ത്, അങ്ങനെ പറയുന്ന ഒരുപാട് വന്യജീവികൾ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമെന്ന് പറയാം. ഇന്നിപ്പോൾ ഞങ്ങൾ കുറച്ച് പേര് മാത്രം ഇവിടെ സ്ഥിരമായിട്ട് ജീവിക്കുന്നവരും തൊഴിലെടുക്കുന്നവരും ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഇവിടുന്ന് ഈ ജീവികളെ പേടിച്ചിട്ട് തന്നെ നാട് വിട്ട് പോയി, പുറം രാജ്യങ്ങളിലേക്ക് പോയി, അല്ലെങ്കിൽ പുറം പ്രദേശങ്ങളിൽ പോയിട്ട് അവർ ജീവിക്കണം. ഞങ്ങളെപ്പോലുള്ള ഒരു ഗതിയില്ലാത്തവർ മാത്രമാണ് ഇപ്പോൾ ഇതിനകത്ത് കിടക്കണേ. ഞങ്ങൾക്ക് കുഞ്ഞുമക്കളും സ്കൂളിൽ പോണ കുട്ടികളും പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെ ഇവിടെയുണ്ട്. അപ്പം ഞങ്ങൾ ഇവരെ എത്രത്തോളം പേടിക്കും? ഇതിനൊരു തീരുമാനം വേണ്ടേ? വന്യമൃഗങ്ങളെ പേടിച്ച് ഞങ്ങൾ എത്ര കാലം ഇവിടെ ഇരിക്കും? ഇന്നിപ്പോൾ അതേ ഒരു പശുക്കുട്ടീനെ പിടിച്ചു, നാളെ ഞങ്ങളുടെ കുഞ്ഞുമക്കളെ പിടിക്കില്ല എന്ന് എന്തുറപ്പ്? ഞങ്ങളെന്ത് വിശ്വാസത്തിലവിടെ കിടക്കണേ? അപ്പോൾ ഇതിന് ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം മേലധികാരികളോ ഇതിന് ബന്ധപ്പെട്ട ആൾക്കാരോ കണ്ടെത്തി അതിനൊരു പരിഹാരം കണ്ടെത്തുക, അതിനൊരു മാർഗം കണ്ടെത്തി തരിക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പോണ സ്ഥലത്തൊക്കെ ആകെ കാടും പ്രദേശവും എല്ലാം ഞങ്ങൾക്ക് പോകാൻ പേടി തന്നെയാണ്. ഈ വഴിക്കൊക്കെ മൊത്തം കാടും എല്ലാതുമാണ്. അത് പേടിച്ചൊക്കെയാണ് ഞങ്ങളിപ്പോൾ ജോലിക്ക് പോണത് തന്നെ. അത് കാരണം കുട്ടികളും ഒക്കെ ഗ്രൗണ്ടിലും അവിടെ ഇവിടെയൊക്കെ കളിക്കാനും ഒക്കെ പോകുമ്പോൾ പേടിച്ചിട്ടാണ് അവരെ പറഞ്ഞേക്കാൻ പോലും പറ്റാത്ത അവസരമാണിപ്പോൾ. ഈ പുലിയും ആനയും എല്ലാതും കാരണം. അങ്ങനെ ഞങ്ങൾ പേടിച്ചിട്ടാണ് ഞങ്ങളിപ്പോൾ അവിടെ ജീവിക്കുന്നത്. കുറച്ച് തൊഴിലാളികളും ആൾക്കാരും തന്നെ ഉള്ളൂ ഇവിടെ. ഞാനിവിടെ 40 കൊല്ലം ജോലി ചെയ്ത് റിട്ടയർഡായ ഒരു മനുഷ്യത്തിയാണ്. ഈ കാലത്തിനിടയ്ക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഒരു കുറച്ച് നാളെന്ന് പറഞ്ഞൊരു 4 കൊല്ലം ആയിട്ട് കാട്ടാനക്കൂട്ടം, പുലി, കാട്ടുപോത്ത്, ഈ വക സാധനങ്ങളുടെ ഭയങ്കര ശല്യമാണ്. ഞങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ നിവർത്തിയില്ലാത്ത വിധത്തിലാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ജോലി ചെയ്യാതെ ജീവിക്കാൻ വയ്യ. വെറുതെ വീട്ടിൽ ജോലിക്ക് പോകാതെ വീട്ടിലിരുന്ന കഞ്ഞി കുടിക്കാൻ വഴിയില്ലല്ലോ. അതുകൊണ്ട് ജോലിക്ക് പോകാൻ നിവർത്തിയില്ല. മക്കളൊക്കെ ജോലിക്ക് പോകുമ്പോൾ പേടിച്ചിട്ടാണ് ഇരിക്കണത്. എന്താണെന്ന് വെച്ചാൽ ദൈവത്തിനെ വിളിച്ച് 1000 ദൈവങ്ങളെ വിളിച്ചിട്ടാണ് ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ മക്കൾ പോകുമ്പോൾ ഇരിക്കുക. അത്രയും വിഷമം, പേടിയുണ്ട് എനിക്ക്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കി തരണം. ബൈസ്കിൾ അങ്ങോട്ട് ഇങ്ങോട്ട് ഓടുന്നുണ്ട്. അപ്പം ഞാൻ എന്താണെന്ന് വെച്ചാൽ ലൈറ്റ് അടിച്ച് നോക്കി. നമ്മുടെ അവിടെ ലൈറ്റ് അടിച്ച് നോക്കിയപ്പോൾ ഒന്നിനും കണ്ടില്ല. പിന്നെ ഒരു ജാതി പൊട്ട വാസനയും ഓട്ടവും ഇതൊക്കെ കണ്ടപ്പോൾ ആളെ കണ്ടില്ല. ലൈറ്റ് അടിച്ച് നോക്കിയപ്പോൾ പുലിനെ കണ്ടിട്ടില്ല. ഇങ്ങനെ ഒരു സൗണ്ട് കേട്ടെന്ന് മാത്രം. അപ്പോൾ ഇപ്പോൾ തൊറ്റിലാണ് പശുക്കുട്ടികളെയും പശുവിനെയൊക്കെ കെട്ടുന്നത്. ഇപ്പോൾ ഇന്ന് വരില്ല എന്നൊന്നും പറയാനൊന്നും പറ്റില്ല. അതുകൊണ്ട് പേടിച്ച് തന്നെ ജീവിക്കുന്നുണ്ട് ഞങ്ങളൊക്കെ, പിള്ളേരൊക്കെ. എൻ്റെ മക്കളൊക്കെ ആണെങ്കിൽ രാവിലെ നേരം വെളുക്കുമ്പോഴേക്കും ജോലിക്ക് പോണവരാണ്. എങ്ങനെ വിശ്വസിച്ചിരിക്കുക ഈ അതി അക്രമമൊക്കെ കാണിച്ചാൽ?
ആനക്കൊണ്ട് ഭയങ്കര ശല്യമാണ്, ഏത് നേരം ആന വരിക. ഞാൻ ഈ എസ്റ്റേറ്റിലെ സ്ഥിരം തൊഴിലാളിയാണ്. എൻ്റെ പശുക്കുട്ടീനാണ് ഇപ്പോൾ പുലി പിടിച്ചത്. ഇത് ഇത്ര ദിവസം ഈ എസ്റ്റേറ്റിലെ എന്നല്ല, ഈ പാലപ്പള്ളി മേഖലയിലെ മൊത്തം ജനങ്ങളും ആനനെ പേടിച്ചിട്ടാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ ഇന്ന് നേരം പുലർന്നപ്പോൾ പുതിയൊരു സംഭവമായിട്ടാണ് പാലപ്പള്ളി ഉണർന്നിരിക്കുന്നത്. പുലി പിടിച്ച് ഈ മൂരുകുട്ടീനെ പുലി പിടിച്ച് അതിൻ്റെ മുക്കാൽ ഭാഗവും അത് ഭക്ഷണമാക്കിയിട്ടാണ് ഇവിടുന്ന് പോയിട്ടുള്ളത്. അപ്പോൾ ഫോറസ്റ്റ് അധികൃതരനെ പറഞ്ഞു ഇത് പ്രായമായിട്ടുള്ള പുലിയാണ്, ഒരു കാട്ടിൽ നിന്ന് ഇര പിടിക്കാൻ പറ്റാണ്ടാവുമ്പോൾ നാട്ടിലേക്ക് വരുന്നതാണ്. ഇതേപോലെ വയസ്സായിട്ടുള്ള പുലികളാണ് വയനാട്ടിലും അട്ടപ്പാടിയിലും കുട്ടികളെ പിടിച്ചതും ഓരോ അവിടുത്തെ തൊഴിലാളി പുല്ലരിയാൻ പോകുമ്പോൾ അവന് ആക്രമിച്ചതൊക്കെ നമ്മൾ വാർത്തയിൽ കാണുന്നതാണ്. അത് പാലപ്പള്ളിയിൽ ആവർത്തിക്കാതിരിക്കാൻ, അങ്ങനൊരു സംഭവം ഇല്ലാതിരിക്കാൻ ഇതിൽ വേണ്ട നടപടി എടുക്കണം എന്നാണ് അധികൃതരോട് നമുക്ക് പറയാനുള്ളത്. മാത്രമല്ല ഇവിടെ ഈ പ്രദേശത്ത് ഇത്ര കാലമായി കാട്ടാന ശല്യം ഇവിടുത്തെ എല്ലാ മാധ്യമങ്ങളും എല്ലാവരും റിപ്പോർട്ട് ചെയ്തിട്ടും ഇന്നേ വരെ അതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ ഇവിടെ സാധിച്ചിട്ടില്ല എന്നുള്ളത് നഗ്നമായിട്ടുള്ള സത്യമാണ്, എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. കാരണം മാത്രമല്ല ഇത് എത്ര കാലമായി ഇപ്പോൾ തുടങ്ങിയിട്ട് ഒരു 3-4 വർഷമായിട്ടുള്ളൂ ഈ ആനശല്യവും ഈ വന്യമൃഗങ്ങളുടെ ശല്യവും. ഇവിടെ ആയിരക്കണക്കിന് 10,000 കണക്കിന് തൊഴിലാളികൾ അവരുടെ മക്കളും കൊണ്ട് ജീവിച്ചിരുന്ന സ്ഥലമാണ്. ഇവിടെ ഇപ്പോൾ ഇത് 40 വർഷം മുമ്പ് തൊഴിലെടുത്ത ഞങ്ങളെ അമ്മ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ, ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടായിട്ടില്ല. ഇപ്പം ഇവരെ ആവാസ വ്യവസ്ഥയിലുണ്ടായ വ്യതിയാനത്തിനെ കുറിച്ച് പഠിക്കട്ടെ. ആന എന്തുകൊണ്ട് ഇവിടെ വരുന്നത്? ഇവർക്ക് തീറ്റില്ല, ഈ കാട്ടിൽ തീറ്റ ഉണ്ടാക്കി കൊടുക്കട്ടെ, അതിനുള്ള സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കട്ടെ. ഇതും ഈ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ ഓരോന്നോരോന്നായിട്ട് ആനകളും ചത്തു കൊടുക്കും. കാരണം വെച്ചാൽ ഇവിടെ ഇലക്ട്രിസിറ്റി ഉണ്ട്. ഇവിടെ താഴത്തു കൂടി പോയപ്പോൾ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇലക്ട്രിസിറ്റി എത്ര താഴത്തു കൂടി പോയിട്ടുണ്ട്. അതുപോലെ കിണറുകളുണ്ട്, ജനങ്ങളെ വീടുകളിൽ ചെന്ന് കഴിഞ്ഞാൽ കിണറുകളുണ്ട്, കക്കൂസ് ടാങ്കുകളുണ്ട്, പഴയ ഇതിലൊക്കെ വീണ് വീട്ടിലും ചത്തുപോകും. ഇത് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കിയിട്ട് ഇതിനൊക്കെ ശാശ്വത ഒരു പരിഹാരം പാലപ്പള്ളി മേഖലയിൽ ഉണ്ടാക്കുക എന്നുള്ളത് നിർബന്ധമാണ്. ഇതിൻ്റെ MP ആണ്, MLA ആണ്, അതിൻ്റെ മന്ത്രി തലത്തിൽ എങ്ങനെ ഇതിന് തീരുമാനം എടുക്കാൻ പറ്റുമോ അങ്ങനെ ഒരു തീരുമാനം എടുക്കണം. ഇവിടെ സംയുക്ത സമരസമിതി കൂടുമ്പോഴൊക്കെ ഇതിൻ്റെ ചർച്ചാ വിഷയം തന്നെ. പക്ഷേ ഇന്നേ വരെ ഒരു തീരുമാനം ആരും ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യം. ജോലിക്ക് പോയിപ്പോൾ ഇറങ്ങിയപ്പോൾ തന്നെ ആനയുടെ മുന്നിൽ പോയിട്ട് ഓടി വീണതാണ്. പിന്നെ ഞങ്ങൾ ജോലിക്ക് പോയപ്പോൾ പുലീനെ കണ്ടിരുന്നു. പുലീനെ കണ്ട് പേടിച്ച് ഞങ്ങളെല്ലാവരും കൂടി ഓടി. ഞങ്ങളുടെ മക്കളൊക്കെ ഗ്രൗണ്ടിൽ കളിക്കാൻ പോണതാണ്. അപ്പം ഇനി പുലിയൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ മക്കളെ കാര്യമായാലും ഞങ്ങൾക്ക് പേടിയല്ലേ. അപ്പോൾ പുലീനെ പിടിക്കാനുള്ള എന്തെങ്കിലും സംവിധാനം ചെയ്യുക. പുലിനെ നേരിട്ട് കണ്ടിട്ട് ഞങ്ങൾ എന്താ പറയുക, ഒന്നും ചെയ്യാൻ നിർവാഹമില്ലാണ്ട് പുലി തിന്നാണേ തിന്നട്ടെ എന്ന് വിചാരിച്ച് പുലിയുടെ കണ്ണിലേക്ക് ടോർച്ചടിച്ച് നിന്നിട്ടാണ് തോട്ടത്തിലെ വാച്ചർമാരെ വിളിച്ച് വിവരം അറിയിച്ചത്. ഓൺ ദ സ്പോട്ടിൽ അവർ വരും ചെയ്തു. അവരെ പുലിനെ കണ്ടപ്പോൾ പുലി ഓടിപ്പോവും ചെയ്തു ഇവരെ കണ്ടോടുകൂടി. അങ്ങനത്തെ സംവിധാനം അല്ല, അങ്ങനത്തെ സിറ്റുവേഷൻ വരെ ഞങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പം ഈ പശുക്കിടാവ് ചത്ത സ്ഥലത്ത് നിന്ന് കുറച്ചങ്ങോട്ട് നീങ്ങിയിട്ട് 2 ആഴ്ച മുമ്പ് ഒരു പട്ടീനെ പുലി പിടിച്ചിട്ടുണ്ടായിരുന്നു. ലൈവ് ന്യൂസ് പുതുക്കാട്. വസ്തുനിഷ്ഠവും വാർത്താ പ്രാധാന്യവുമുള്ള വിഷയങ്ങളിൽ പ്രതികരിക്കണം. അധികാരിവർഗത്തെ ഉറക്കമുണർത്താൻ നിങ്ങളിലെ നീതിബോധം ആഗ്രഹിക്കുന്നുവോ? വരൂ, നമുക്കത് വാർത്തകളായി സമൂഹത്തോട് വിളിച്ചു പറയാം. ഇനി നിങ്ങളാണ് റിപ്പോർട്ടർ. ലൈവ് ന്യൂസ്, നിങ്ങളോടൊപ്പം, നിങ്ങൾക്ക് വേണ്ടി. വാർത്തകളും അറിയിപ്പുകളും 8301 809039 എന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക.